ഞാൻ തിയേറ്ററിൽ ഞാൻ രാവിലെ ഷോപ്പിംഗ് വരുന്നത് പോലും ഭയങ്കര നല്ല രസമുള്ള അത്രയും ഇഷ്ടമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് പ്രേക്ഷകർ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടേ പ്രേംനസീറിനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ അങ്ങനെ തന്നെയായിരുന്നു അറിയാത്തൊരു നിമിഷത്തോടെ. അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ കിടക്കുകയല്ല സ്റ്റാർട്ട് പോലെയാണ്. അപ്പോൾ കൂടുതൽ ഡിസിപ്ലിൻ പറയുന്നത് അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സിനിമയിലെ ക്യാരക്ടർ അത് അങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യം. ഡിസിപ്ലിനിലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിൽ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്ന് ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാറും ആ ഒരു നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകളെ ആക്ടേഴ്സും കൂടെയാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ ആക്ടറുകൾ തന്നെയാണ് ആ സിനിമയിൽ എട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയെങ്കിൽ അത് കീപ്പ് ചെയ്യണം, അത് താഴെ പോകാൻ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ആയിട്ടുള്ള ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു കരിയർ സൂപ്പർ സ്റ്റാറിന്റെ അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അയാൾ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനാണ് അയാൾ ചെയ്യേണ്ടത്. അതിലേക്ക് ഫോക്കസ് തിരിച്ചുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ആവുക, പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാർഡും ഒരുപാട് ഈ പറയുന്ന സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി എന്താണ്, അയാൾ എന്ത് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്, അത് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നത് നമ്മൾ താങ്ക്സ് കാർഡ് ഉണ്ടാവുമല്ലോ. ഈ താങ്ക്സ് കാർഡിൽ പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകളുടെ തീം ഉപയോഗിച്ചേക്കണം. അത് ശരിക്കും ഈ ഇന്നാക്കുന്നതിന് ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ പ്രശ്നസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം? തീർച്ചയായിട്ടും സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അതിലേക്ക് ആരും ടെക്നിക്കാരൊക്കെ അത് ചെയ്യുക സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അത് പറഞ്ഞായിരിക്കാം ഈ സിനിമയുടെ ഒരു സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കല് നമ്മളത് നമ്മൾ മനഃപൂർവ്വം സ്ഥലം പണി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, നമ്മൾ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നതല്ല. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാരക്ടർ ചെയ്തു തുടങ്ങിയത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാള് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കയ്യിരിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് കിട്ടുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ മുഴുവൻ അതിൽ തന്നെയാണ്. എന്റെ അത് എന്നെ നിങ്ങൾ ഇന്നലെ അതിനായിട്ട് കാണും. ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുന്നു, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തന്നെയാണ് എപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാൻ എന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റി അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ ഞാൻ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഡേവിഡ് പടിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. അയാൾക്കുണ്ടായ ഒരുപാട് ഇൻഫ്ലുവൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റും അതൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോവാതെ നമ്മളുടെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാനായിട്ട് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. ലാലേട്ടന്റെ പടങ്ങൾ ഹണിബി പോലത്തെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ്, കളർഫുൾ ആയിരിക്കും. ഈ സിനിമയും അതുപോലെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്.
ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദയനാണ് ധാരാളം ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു അവർ ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേകം എടുത്തു വയ്ക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ലാൽജുവിന്റെ സിനിമകളിലെല്ലാം വളരെ എന്നാണ് വൈബ്രന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യമുണ്ട്. ലാലിന്റെ സിനിമകളിലെല്ലാം ഭയങ്കര എങ്ങായിട്ട് അല്ലെങ്കിൽ എങ്ങായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് എടുക്കുന്നു. ആ ഒരു രഹസ്യം എന്താണ് ഇത്ര എങ്ങായിട്ടുള്ള മറ്റു കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം മേക്കപ്പെട്ട് അഭിനയിച്ചത് ശരിക്കും ഇതാണ് ശരിക്കും ഞങ്ങാണ്. ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു കഥാപാത്രത്തിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ സിനിമ കമ്മിറ്റി തന്നോട്ടിട്ട് ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെ ആരും കാണിക്കാത്ത ഇതിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് പ്രവർത്തിച്ചിട്ട് വന്നത് സ്വയം വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള കഥാവും വീശിയിട്ട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നമ്മൾ നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, അധികം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇയാൾ. ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിക്കകത്ത്. അപ്പോൾ ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ പറയും ചെങ്ങാതി നന്നായ കണ്ണാടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഡേവിഡ് പഠിക്കേണ്ട ഒരു കണ്ണാടിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ ഭയങ്കര വ്യത്യസ്തരായിട്ട് നിൽക്കുക? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളുപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്കറിയാം അയാള് ഒരു അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയ് ആണ്. അപ്പോ ചിലപ്പോ നേരെ വിട്ടു തോന്നുന്ന ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂലേ, സത്യമേ പറയൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ മറ്റേ പ്രോപ്പർ സുഹൃത്ത് അതുപോലെ എപ്പോഴും എന്ത് കാര്യങ്ങളും പറയാം അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലേ. ഇപ്പൊ ഈ സിനിമയുടെ അകത്ത് ഒരുപാട് നമുക്ക് റെഫറൻസുകളുണ്ട്. അതായത് തിയേറ്ററിൽ നമുക്ക് കൈയടി കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് വിരലുകളോട് അഭിനയിക്കുന്ന ലാലേട്ടനെ പറ്റിയുള്ള റെഫറൻസും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, അതൊരു ബാലൻസിന്റെ ഇത് അവർ രണ്ടുപേരും മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്, ആയുഷ്മാൻ ഖുറാന പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട. അപ്പോഴല്ലേ റിലേറ്റീവ് ആയിട്ട് തോന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ സിനിമകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണ്. നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളത് അങ്ങനെ പറയുന്നല്ലേ, കാര്യങ്ങളോട് അഭിനയിക്കുന്നതാണ് നമുക്ക് അറിയുമ്പോൾ നമ്മൾ ഓൺസ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കാര്യങ്ങൾ സിനിമകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്തതിനെക്കുറിച്ച് നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയാ ആക്കാന്ന് അതറിയാത്തത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ തോന്നിയതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആയുഷ്മാൻ ഖുറാന സിനിമ കണ്ടിട്ടാണ് നമുക്ക് പറഞ്ഞത്. അതല്ല, അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ ലോക്കൽ കോൺവെർസേഷൻസിൽ പറയുന്നില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗബികയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അങ്ങനെ കണ്ടില്ല ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളെ ദൈനംദിന സംസാരത്തിൽ തന്നെ നമുക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള
എല്ലാം സ്പ്ലെൻഡായിട്ടുള്ളതാണ്. അത് ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷൻ കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മള് അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതൊക്കെ ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടൻ കിട്ടിയ ഒരു ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ കയ്യിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യമേ പടത്തിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെ മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അങ്ങനെ ഇൻവോൾവ് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളൂ. അങ്ങനെ ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ 3 സിനിമയൊക്കെ ഹിറ്റ് ആയ ഒരാളായിട്ട് അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അയാൾ അതില്ലാത്ത എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് കാരണം ഞാനത് മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളായതുകൊണ്ട് അവസാനിക്കാകുമ്പോഴത്തേക്കും പുള്ളിയുടെ ശ്രദ്ധ ഇതിലേക്ക് മാത്രം പൂർണ്ണമായിട്ടും അർപ്പിച്ച് അങ്ങനത്തെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഡേവിഡ് പടിക്കൽ എന്നുള്ള ആ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് വൻപ ഹിറ്റായി സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം ഒരുപക്ഷെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അവഗണനയായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഇത് ജീവിതത്തിൽ ആരോടൊക്കെയോ റിവെഞ്ച് തീർക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർട്ട് പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ദൗർബലത്തായിട്ടുള്ള ഒരു ആളാണ് ടോബി ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർട്ടത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് പറയുന്നത് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടറിനാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള വിവഞ്ചമല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് വന്നു. അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല, പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞത് അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനൊക്കെ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാ തരത്തിലുള്ള ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിന്റെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നല്ലത്. അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടപ്പിൽ അയാൾ അഭിനയിച്ച് പോയത്. അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. സൗബിനിക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇപ്പം ഡേവിഡ് പടിക്കൽ 3 സിനിമ ഹിറ്റായപ്പോ, അതായത് സാധാരണക്കാരനായി മറ്റുള്ളവരുടെ ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായി. പിന്നീട് സൂപ്പർ സ്റ്റാർ മുതൽ പതിനൊഴിക്കും ആ ഒരു ഇത് ഇടിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളിലായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ലെസൺ കൂടിയല്ലേ പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ സിനിമയപ്പോഴത്തേക്ക് ആളുകൾ അതിന് മാറുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എനിക്ക് ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഏതൊരു വ്യക്തികളായിരിക്കും, ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയം ഇല്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ മാറിപ്പോയെന്ന് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അത് എനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ ഒരു 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാളുടെ ആ സമയത്ത് എഫേർട്ട് ആയിരിക്കാം. ആ സമയത്ത് അയാള് കുറച്ചുകൂടെ ആളുകളുടെ ഇടപെടൽ അടുത്ത ഇടപെടൽ ജീവിച്ചിരുന്ന റിയാലിറ്റിയിൽ തന്നെയായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി
ആവശ്യകതയാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ഇനി ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളപ്പുറം കുറച്ചുകൂടെ ലോകം മറന്നൊക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശകൾ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് ഇടണം മാത്രമായിട്ട് ഉണ്ടാവില്ല. അന്ന് അത് മതിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ മാറി കാലം മാറിയ സമയത്ത് പഠിക്കലും കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുപോകുന്ന ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിനേക്കാളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന ആൾക്കായിരിക്കും. ഈ സൗമിനി സിനിമയുടെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന ഏരിയ ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കലൻ മാർക്കറ്റ് നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയല്ലേ, ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന് ബാറ്ററി പോലും അത് ഉന്തി സ്റ്റാർട്ട് ചെയ്തിരുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമോ പൈപ്പിനടി കൊണ്ടുപോയി കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനാണല്ലോ, ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്. അപ്പൊ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിന്റെ അർത്ഥം ആ ടോവിനോ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു പറ്റം സാധാരണക്കാരുടെ ഒപ്പമാണ് എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും അങ്ങനെ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ല എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ അറിയുന്നതായിട്ട് ഫീൽ ചെയ്യുക. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ലെന്നല്ല, സിനിമയിൽ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് തന്നെ ചെറുപ്പം പോലെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയോട് യാതൊരു ബന്ധമില്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെയൊക്കെ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയതായിട്ട് ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം മുതലുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ അർത്ഥം ഞാൻ മാറിയിട്ടില്ല എന്നുള്ള തന്നെയാണ്. പഴയ ഒരു പുതിയ വീട്ടിലൊന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ്. നിങ്ങളും ഇപ്പൊ എല്ലാം കുറെ കാലമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്തോ ഇപ്പൊ ഈ സിനിമയ്ക്കുള്ള സിനിമ പറയുമ്പോൾ റെഫറൻസുകൾ ഭയങ്കര സാധാരണയാണ്. പക്ഷെ അത് പോസ്റ്റ് ആവരുത് എന്നുള്ളൊരു നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല. ഈ മിന്നൽ മുരളി റെഫറൻസ് പോസ്റ്റ് ആവരുത് എന്നുള്ളത് ഈ ആദ്യ തീരുമാനമായിരുന്നു. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിൽ അത് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് ഉണ്ട് ഇതുപോലെ മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാല് അതിന്റെ ഒരു എന്താ പറയാ ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മിന്നൽ പുള്ളി ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ അതിനൊരു കണക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞ സ്പോയിലർ ആവുന്നതുകൊണ്ടാണ്. അപ്പൊ അതെനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഇതിനകത്ത് ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ എടുക്കാത്ത പോലെ അങ്ങനെ കുറെ അതായത് നമുക്കത് സത്യം അറിയില്ല ആക്ച്വലി എന്താ നടക്കുന്നില്ല, ഹ്യൂമൻ ഫിക്ഷൻ ആയിട്ട് സമീപിച്ചിരിക്കുക. പക്ഷെ വളരെ ഇപ്പൊ റീസെന്റ് നടന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഒരാള് പിന്നെ ആളാണെന്ന് പറയാൻ വേണ്ടതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഓരോ സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരെയും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യില്ല. റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയ ഏതെങ്കിലും അവസരങ്ങളുണ്ടോ? ഇല്ല. പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നിട്ടും മദ്രാസിലാണ്. അങ്ങനെ ഈ കോടമ്പാക്കം ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരിക്കും. അത് ശരിക്കും സുബിനൊക്കെ എനിക്ക് അതിന് ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഒരു ഫോണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സൗമിക ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പിനേഷൻ വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗമികയോടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളിയും വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്.
ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാള് ഇപ്പൊ ഒരു ആക്ടിങ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാള് എല്ലാം തികഞ്ഞ ഒരു അങ്ങനെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നും അല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാളും സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശക്ക് പുറത്ത് നടക്കുന്നു അയാൾക്കൊരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമ്മൾ ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗകര്യം നമ്മൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗകര്യം വർക്ക് ചെയ്യുന്നത്. അല്ല, ഡേവിഡ് വളരെ മോശപ്പെട്ടാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പരാമർശിക്കുന്നത്. അയാൾ അതങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഉള്ളൊരു ദുരുദ്ദേശത്തോടുകൂടിയാണ് അയാൾ ആ സീനിൽ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ആ ഒരു വാക്കിന്റെ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കോ അല്ല. അങ്ങനത്തെ ഒരു പ്രീകൺസീവ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുമ്പോൾ ആ ക്യാരക്ടർ അത്ര എല്ലാം തികഞ്ഞവരല്ല. അവൻ പല മോശം കാര്യങ്ങളും പറയും. അതെങ്ങനെയാണ് നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും അയാൾ അതിന്റെയൊക്കെ ഒരു റിഡംഷൻ സംഭവിക്കുന്നുള്ളൂ. റൈറ്ററിനോടാണ് സിനിമ തുടങ്ങുമ്പോൾ അതിലൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം വേഴ്സ് ആവുന്ന അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കുന്നു. അവിടെ ഒരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പം അതാണ് പ്രധാനപ്പെട്ട വിമർശനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു നടന്നില്ല, സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചും കൂടി സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി പൾസേറ്റിംഗ് ആക്കായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഇതൊരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മൾ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പം സ്ഥിരം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോന്നുന്നു. സിനിമ വീണ്ടും വീണ്ടും കാണാനും വൺ ടൈം വാച്ച് ആക്കാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ ഈ മൂവിനെ ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ സിനിമയുടെ വിജയമായിട്ട് കരുതുന്നു. ഈ രജിസ്റ്ററിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂഡൽ മാണവീന്നൊക്കെ ഒളിപ്പിക്കാൻ ആ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി വളരെ സ്പോർട്ടിയായിട്ടാണ് എടുത്തത്. അത് എന്താ പറയാ, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കത് പ്രശ്നമായിട്ട് തോന്നില്ല, പുള്ളിക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്താണ് പുള്ളിയെ ക്യാരക്ടർ ചെയ്തത്. ഹാപ്പി ആയിരുന്നു അങ്ങനത്തെ പരാമർശങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങള് ഒരു ദിവസം കുറെ ദിവസങ്ങൾ ഷൂട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശയൊക്കെ പുറത്ത് ചിരിച്ചും കളിച്ചു. അത് നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് പോകുമ്പോൾ ഭയങ്കര സീരിയസ് ഒരു ഫംഗ്ഷനാണെന്ന് തോന്നുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള ഹ്യൂമർ സെൻസും ഇവരുടെ രണ്ടുപേരും കൊടുക്കുന്ന സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര ഓർക്കാനായിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ചെറിയ റാഗിങ് പോലത്തെ. അപ്പൊ അതൊക്കെ നല്ല ഹ്യൂമർ സെൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുള്ളി സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പുള്ളി തന്നെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പുള്ളിക്ക് ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഡേവിഡിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ. ഈ ശരിക്കും ആൾക്കാർക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുമല്ലോ ചില സിറ്റുവേഷനിൽ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഈ പ്രൊമോ മെറ്റീരിയൽസ് ഈ ഫുൾ സോങ് ശരിക്കും ഈ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ പ്രൊമോ മെറ്റീരിയൽസ് വേണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അത്. ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത് ഒരു ഒറിജിൻ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അറ്റ് സെയിം ടൈം നമ്മൾ സിനിമ കാണുമ്പോൾ സോങ് കാണാത്തവർക്ക് അത് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നാണ് ഒറിജിൻ സ്റ്റോറി എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇൻഡസ്ട്രിയിൽ പലപ്പോഴും നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴൊക്കെയോ നമ്മളുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കഥകളുണ്ട്, ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ബേസിക്കലി എനിക്ക് പേഴ്സണൽ തോന്നിയ നമ്മളിപ്പം സോഷ്യൽ മീഡിയയാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഏകദേശം തോന്നാറ്. കാരണം സിനിമ മാത്രമല്ല ലോകം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്, സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. അത് ഒരുപാട് ജോണർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പൊ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു പിന്നെ ആൾക്കാർക്ക് കാണാൻ ഒരു തരണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാനായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിനോട് പറയണം എന്ന് തോന്നിയുടെ പുറത്ത് വന്നതായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഷൈൻ സ്റ്റാർസ് ഇതിനകത്തുണ്ട്, ധ്യാനും ഷൈൻ ചേർന്ന്. അപ്പൊ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണെങ്കിൽ അതിൽ ലോകദാസ് സാറും അതുപോലെ കൊച്ചനീപ്പ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളിയുടെ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ് നമുക്ക് വലിയ ബിലിയബിളായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യുന്നത്. അത് വേറൊരു ആക്ടർ ചെയ്യുന്നത് അത്ര ബിലിയബിളാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിന് അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു ബിലിയബിലിറ്റി അതുപോലെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു പരമായിട്ട് അങ്ങനെ നടത്തിയൊരു കാസ്റ്റ് ചെയ്യണം. ആരാധനായിട്ടുള്ള ചന്തു ചെയ്തതോട് നമുക്ക് ശരിക്കറിയാം ഡേവിഡ് എത്രത്തോളം അദ്ദേഹം ഒരു മോശം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം, ആ പോകുന്ന സിറ്റുവേഷൻ ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറെ ഉണ്ട്, ബാബാന്റെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് പടിക്കലിലേക്ക് ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റിൽ ഇതുപോലൊരു ആരാധകൻ എനിക്കിപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞാൻ പറയാനുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആ ഡേവിഡ് പടിക്കലിന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അവരപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് ക്യാരക്ടറിലെങ്കിലും ഒരു പ്രധാന കാരണം ഇവരാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ള ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അപ്പൊ അത് അതാണ് ആ ഒരു മൊറാലിറ്റി, മോറൽ ഒബ്ലിഗേഷൻ ഒക്കെ ആൾക്ക് ആ സമയം വന്നു എന്നുള്ളതാണ് ആ സിനിമ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുന്ന അനുഭവമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പേടിച്ചു ഒരാൾ വിളിച്ച് അങ്ങനെയൊന്നും ആരും എനിക്കറിയാം, എനിക്ക് എന്തായാലും ഉണ്ടായില്ല. കണ്ടിട്ട് ആരെങ്കിലും മമ്മൂട്ടി ലാലനെ കുറിച്ച് ഞങ്ങൾക്ക് ചാവാൻ പോകുന്നത് ചാവട്ടി കിട്ടും. കാരണം അത് പ്രാക്ടിക്കലല്ല, സിനിമയിൽ കാണിക്കുന്നത് തന്നെയാണ് വെറുതെ കുറിച്ച് ഞാൻ ആരാധന ചാവാൻ പോകുന്നത് നടക്കുന്ന കേസ് പറ്റില്ല. സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ആ ഇമോഷണൽ ജേർണി മോശമാണോ? അല്ല കണ്ടതാണോ? സിനിമ കണ്ടായിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നിയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പല പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കർണലീകരണത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട കളറൊക്കെ ഇതിലുണ്ട്, അതിന്റെ ഒപ്പം വളരെ സത്സരമായിട്ടുള്ള ഇമോഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പേരിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അതിനോട് ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ
അത് ഇമോഷണൽ ചെയ്യണമെങ്കിൽ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുകയോ തോന്നുന്നില്ല. ഇപ്പൊ ശരിക്കും ഡേവിഡ് പഠിക്കേണ്ട മൊത്തത്തിലൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഈ ഡേവിഡ് പഠിക്കേണ്ട കൂടെയുള്ളവരൊക്കെ ഭയങ്കര ബ്രാൻഡ് കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ കളർഫുൾ ആയിരിക്കും. ഈ കാറിന്റെ നമ്പർ 911 ആയിരിക്കും. സോ ഇതൊക്കെ ഈ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും ആരുടെ ഈ ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് തൊട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ ഇപ്പൊ സുരേഷ് ഏട്ടനാണെങ്കിൽ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന കോസ്റ്റ്യൂംസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാലുവിന്റെ കാര്യങ്ങൾ ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് ഞങ്ങൾ പറയും എന്ന് പറയുന്നത് നല്ല സൗകര്യമായിട്ടാണ്. സൗകര്യമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ സാധാരണ ഒരു പച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതുപോലെ ചന്ദ്രന്റെ ക്യാരക്ടറുണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് എന്റെ അടുത്ത് കഥ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാറിന്റെ നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നോ? അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ സിനിമയിൽ എല്ലാ ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന റിസർച്ചിനെ പറ്റിയിട്ടും അതിന്റെ സൈഡുകളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാർസും സൂപ്പർ ആക്ടേഴ്സിലൂടെ ഇപ്പൊ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവരൊന്നും പറഞ്ഞു കേട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാൾ കോപ്പറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ എടുത്തിട്ട് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മള് ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടും വായിച്ചും ഒക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാവുന്നില്ല. അത് പേഴ്സണലി എന്റെ അടുത്ത് ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണ്ടേ, ഉറപ്പായിട്ടും ചെയ്യും. ഇതില് എംഡിയുടെ മണ്ണ് എന്ന് പറഞ്ഞ സിനിമ ബുക്കിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കണം നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് ഭയങ്കര നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും ആളുകൾ അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയൊന്നുമില്ല. പുസ്തകം വായിക്കുന്നത് ഒരു പക്ഷേ ഇമാജിനേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മള് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ മനസ്സിലാവും. ഒരു കണ്ട വിഷ്വലാണ് നമ്മൾ അവര് എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വല് നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ ഓരോരുത്തരും പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ഒരു ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് അത് ഉപയോഗിക്കും. അതിലുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ ഹൈബി പോലത്തെ ഒരു കഥാപാത്രം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ ഇപ്പോഴത്തെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല ക്യാരക്ടറാണ്. ഈ പറഞ്ഞ നമ്മള് ഇയാള് ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഇയാള് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ചൂസ് ചെയ്തത്. പൊതുവേ എന്ന് പറഞ്ഞാല് 100 days അടിക്കുക അങ്ങനെയൊന്നുമല്ലോ. ഇപ്പൊ എത്ര ദിവസം എത്ര കോടി അടിക്കുക എന്നുള്ള ട്രാക്കാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷകളാവും. അത് എപ്പോഴും ഒരിക്കലും നമ്മളെ കോടിക്ക് വേണ്ടിയിട്ടല്ലോ. അത് പണം നല്ലതാൻ വേണ്ടി ചെയ്യണം. പണം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. അതുപോലെ
ഭയങ്കര കുറച്ച് നടികളുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു തല്ലുമാലയൊക്കെ കഴിഞ്ഞിട്ട സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സ്വാഭാവികമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രങ്ങളും ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ചൗക്കൻ്റെ അടുത്തിന്റെ കഥയൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യം. അപ്പൊ അത് മുതൽ ഈ സിനിമ ഇപ്പൊ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോഴും കാണുമ്പോഴും ഈ സിനിമയുടെ മഞ്ഞുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. കാര്യം അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ്, ജീന അവിടെയാണ് ഡയറക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ട് ലൊക്കേഷനിൽ ഇവരുടെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ അങ്ങനെ അവിടെ കാര്യം എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ്. അവര് ചീതുണ്ട്, ഗണുണ്ട്, ബാലുണ്ട്, സൗഭികയുണ്ട്, ജീലുണ്ട്, ഷൈലുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ വളരെ കംഫർട്ടായിട്ട് അവിടെ നിൽക്കുകയും ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അന്ന് അവിടെ സെറ്റ് ഇട്ടിരുന്നു അവര് കാലടി ഒരു ഗോഡൗണിനകത്ത് ചെല്ലിട്ട്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ. അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തിരുന്നത്. ആദ്യം പോകേണ്ട വലിയ സിനിമകളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ എന്നാൽ മലയാള സിനിമ എന്ന് വരുന്നത് അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അന്ന് മുതലേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വരെ പ്രതീക്ഷ തോന്നിയിട്ടുള്ള സിനിമയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ അപ്പൊ അന്ന് പിറ്റേ ദിവസം അന്വേഷിക്കാൻ അടുത്ത് വിളിച്ചായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊമോഷണൽ പ്രസ് മീറ്റിനൊക്കെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വണ്ടി, എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്തും ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ആ പ്രതീക്ഷയോടെ എത്തിച്ചില്ല. അത് വളരെ ഗംഭീരമായിട്ട് ആ സിനിമ അത് ഏറ്റവും വലിയ സക്സസ് തന്നെ നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിർത്തുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ഞുമൽ കുറെ ഫുട്ടേജ് ഉണ്ട് സൗകര്യം എനിക്ക് ഐപാഡിനകത്ത് കാണിച്ചു തന്നത്. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സിനിമ നല്ല രസമുള്ള സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാവും. അത് കറക്റ്റായിട്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സന്തോഷം. അങ്ങനെ എന്താ ചോദിച്ചാൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷയുടെ പേപ്പർ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. അന്നൊരു സമയത്ത് ഞാൻ അതേ ഇതേ എക്സൈറ്റ്മെന്റുള്ളത് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എന്നുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷീപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം മനോസായിട്ട് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, കൂടുതൽ കാലഘട്ടത്തിന്റെ കഥയുണ്ട്, കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ ഉണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. രവി ഈ പറഞ്ഞ പോലെ അത് തന്നെ ചോദിക്കുകയാണ്. ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി. അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. ഒരു റെസ്പോൺസ് എത്തുമ്പോൾ പറയാം രവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അതെന്നുള്ളത്. ശരിക്കും രവിയുടെ ഒരു കരിയർ ബ്രേക്ക് വരുന്ന അല്ലെങ്കിൽ രവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയാൻ പറ്റുന്നതില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പ് ക്യാരക്ടറായിട്ടുള്ള എത്തിയിട്ടുണ്ട് പറഞ്ഞത്. അത് ഭയങ്കര പണിയാണ് എനിക്ക്. ഇപ്പൊ നമ്മള് വലിയ വലിയ ആളുകളൊക്കെ കമലഹാസൻ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷം ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാകുമ്പോൾ എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അവനെന്തിനും ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര പ്രശ്നമില്ലാതെ അത്യാവശ്യം പ്രത്യേകം തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒന്നും ഒരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ്
അതിന്റെ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണാൻ എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്വപ്നം കണ്ടതിന്റെ പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കുറച്ച് പോസ്റ്ററുകളും ഒരേ ഒരു ടീസറും മാത്രമേ ആ സിനിമ പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിലീസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ല. താങ്ക് യു. ഞാനാണോ ഈ അച്ഛനത്തെ ഇൻഡസ്ട്രി ഞാൻ മറ്റേ ഗുരുവായൂരപ്പയുടെ പ്രൊമോഷൻ ഉടനെ അവരോട് ചോദിക്കും. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവകാശം വിളിച്ചു വന്ന് എന്റെ വെറുതെ പറഞ്ഞാണോ. ഞാനുമായിട്ട് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ അവൻ തന്നെ ചെയ്യേണ്ടതല്ലേ. ഇപ്പൊ ഞാൻ ബേസിൽ കണ്ടുപിടിച്ചു വന്നാൽ അതൊരു തമാശയാണ്. അത് ഈ കല്യാണം മുടക്കിയിൽ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടയിലേക്ക് ചെന്ന് പയ്യനെ എടുത്ത് പറഞ്ഞ ഞാനൊന്നും പറയില്ല, ഞാൻ വല്ലതും പറഞ്ഞിട്ട് വെള്ളം മേടിച്ചത് എന്താ